ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്രിയ എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് പ്രിയ. എനിക്ക് 30 വയസ്സുണ്ട്. എൻ്റെ വിവാഹം 5 വർഷത്തിന് മുമ്പാണ് കഴിഞ്ഞത്. വീട്ടുകാർ അറേഞ്ച് ചെയ്ത ഒരു മാരേജ് ആയിരുന്നു അത്. പക്ഷേ അതിനു മുമ്പേ എൻ്റെ മനസ്സിൽ ഒരു പൈങ്കിളി മോഹമാണ് ഉണ്ടായിരുന്നത്. ഭർത്താവുമൊത്ത് അല്ലെങ്കിൽ കാമുകനുമൊത്ത് ചുറ്റിക്കറങ്ങി നടക്കണം. കുറച്ച് മരം ചുറ്റൽ മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്ക് കൂടുതലും. ഏറ്റവും നല്ല ഒരു പുരുഷനെ തന്നെ എനിക്ക് ഭർത്താവായിട്ടോ കാമുകനായിട്ടോ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ കാമുകന്മാരെ കിട്ടാനുള്ള അവസരമൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. അതിന് കാരണം ബന്ധുക്കളുടെ വീട്ടിലൊക്കെ നിന്നാണ്. ഞാൻ കോളേജിൽ പോലും പഠിച്ചത്. സ്ട്രിക്റ്റായ ഒരു മേൽനോട്ടമുണ്ടായിരുന്നു. എനിക്കിഷ്ടമുള്ള ഒന്നിലധികം ആളുകൾ എന്നെ പ്രണയഭാവത്തോടുകൂടി അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനത് തട്ടിവിട്ടു. എനിക്കത് സ്യൂട്ടാകുമോ എന്നറിയില്ല. എന്നാലും എൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹങ്ങൾ പണ്ടേ ഉണ്ടായിരുന്നു. പിന്നെ ഭർത്താവിൻ്റെ നല്ല ജോലി, സ്ഥിരം ജോലി കണ്ടാണ് വീട്ടുകാർ ഇതിന് നിർബന്ധിച്ചത്. കണ്ടാൽ തെറ്റില്ല. പക്ഷേ എൻ്റെ സൗന്ദര്യത്തിൽപ്പെട്ടൊരു പുരുഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. എങ്കിലും ആരും കുറ്റം പറയില്ലല്ലോ. എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രം. കല്യാണമാകുമ്പോൾ സ്ത്രീകൾ കൂടുതൽ എന്താണ്, വീട്ടുകാർ പറയുന്നു, നല്ല ചെക്കനാണ്, പ്രശ്നമില്ലല്ലോ മോളെന്ന് 10 പേര് പറയുമ്പോൾ കല്യാണത്തിനങ്ങ് സമ്മതിക്കും. വാഴയാണോ കിട്ടിയത്, വാഴനാരാണോ കിട്ടിയത്, കരിവീട്ടയാണോ കിട്ടിയെന്നൊക്കെ പിന്നീട് മാത്രമേ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ വീട്ടുകാർ പറഞ്ഞത് കേട്ടാണ് വിവാഹം കഴിച്ചത്. പക്ഷേ എനിക്ക് മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടിലും ശല്യപ്പെടുത്താൻ ആരുമില്ല. അമ്മായിമ്മയുണ്ട്. പക്ഷേ അവർ കൂടുതലും മകളുടെ കൂടെയായിരിക്കും. ഞങ്ങൾ രണ്ടുപേരുമുള്ള സ്വതന്ത്ര ലോകമായിരുന്നു അത്. പക്ഷേ മാഡം, ഒരു തണുപ്പിൻ മട്ടുകാരനാണ് ഭർത്താവ്. ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ പോലെ എന്തെങ്കിലും അവസരം വരുമ്പോൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ പോലാണ് അദ്ദേഹത്തിന് ആഗ്രഹം. വളരെ വളരെ ആഗ്രഹം കുറവാണ്. എങ്കിലും മാഡം പുരുഷത്വത്തിൻ്റെ നല്ല ലക്ഷണങ്ങളുള്ള ഒരു മനുഷ്യനാണ്. ആദ്യമൊക്കെ എനിക്ക് കൊതി വരുന്ന പല ആകർഷണീയമായ ഘടകങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് പറയുമെങ്കിലും ഇവിടെ അഴകുമുണ്ട്, ചക്കയുമുണ്ട്, ചുളയുമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ചക്ക അങ്ങ് മാനത്താണ്, പറിക്കാൻ പറ്റില്ല, ചുളയും കിട്ടില്ല, ഒന്നും കിട്ടില്ല. അങ്ങനൊരവസ്ഥയിലായിരുന്നു ഞാൻ. നാണമില്ലാത്തവന് ഒരാല് കിളിച്ചാൽ അതും തണൽ എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഞാൻ എന്ത് പറഞ്ഞാലും ഒരു കൂസലുമില്ല. ഞാൻ പറയും, നിങ്ങൾ എന്തിനാണ് ഇതും കൊണ്ട് നടക്കുന്നത്, എന്തെങ്കിലും കാര്യം നടക്കുമോ എന്നൊക്കെ ഞാൻ 1 വർഷമായപ്പോഴേക്കും അടുത്തപ്പോൾ തുറന്നു ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത്, മിതമായുള്ള ജീവിതമാണ് എനിക്കിഷ്ടം, ഇതാണ് എൻ്റെ മിതം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് എന്നെ പരിഗണിച്ചു കൂടെ ചോദിക്കുമ്പോൾ പറയും, ഇത്രയൊക്കെ മതി, എനിക്ക് തോന്നുമ്പോഴാണല്ലോ ഇതൊക്കെ വർക്കൗട്ടാകുക, അല്ലെങ്കിൽ വർക്കൗട്ടാകാത്ത ഒരു മെഷീൻ പോലെയുള്ളൂ എന്നൊക്കെ പറയും മാഡം. അയാൾ പറഞ്ഞത് എനിക്കങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആദ്യമൊക്കെ സ്നേഹം ഞാൻ കാണിച്ച് അദ്ദേഹത്തെ എൻ്റെ പരിധിയിലുള്ളിലാക്കാം എന്ന് വിചാരിച്ചു. പിന്നെ മനസ്സിലായി ഒരു ഗുണമില്ല. കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ചാൽ പിന്നെ ഒരു ഗുണമുണ്ട്. പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല. അങ്ങേർക്ക് താല്പര്യമുള്ളപ്പോൾ വരും, ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. പിന്നെ പണമൊക്കെ എൻ്റെ കയ്യിൽ തരും, അത് മഹാഭാഗ്യം. ഇതിനിടയ്ക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഗർഭിണിയായി. ആ ഗർഭിണിയായി കഴിഞ്ഞതിൽ പിന്നെ അങ്ങേർ എൻ്റെ അടുത്ത് വന്നിട്ടേ ഇല്ല. എന്നോട് ദൂരം പ്രാപിച്ചു നിന്നു. ഞാൻ ഓർത്തു വേറെ ആരുമായിട്ടെങ്കിലും ബന്ധം കാണും, ശ്രദ്ധിക്കാം എന്ന് വെച്ച് അങ്ങനെ ഞാൻ സൂക്ഷ്മമായിട്ട് വാച്ച് ചെയ്തു. ആണോ പെണ്ണോ ആരെങ്കിലും ജീവിതത്തിലുണ്ടോ എന്ന്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ചുമ്മാ അവിടെ കിടക്കുകയാണ്, മൊബൈൽ എടുത്ത് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ പിന്നെ സംശയിച്ചിട്ടും കാര്യമില്ല. ഓഫീസിൽ ഞാൻ പലരോടും തിരക്കി കഴിഞ്ഞപ്പോഴേക്കും അവിടെയും സാമട്ടിലാണ്. 10 ഗുണം 10 ഗുണം, ഇത് ജന്മഗുണമായിരിക്കും എന്ന് ഞാൻ അങ്ങ് കരുതി. പിന്നെ അതിൻ്റെ പുറകെ പോയിട്ട് എന്താ കാര്യം മാഡം, ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. ഇതിനിടയ്ക്കാണ് ഒരു ദിവസം എൻ്റെ അമ്മായിയമ്മയുടെ അനിയത്തി, ഏറ്റവും ഇളയ അനിയത്തിയാണ്, അവരവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. നേരത്തെ അവർ 1-2 വട്ടം വന്നിട്ടുണ്ട്. അവർ മൈസൂരിലാണ് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത്. അവിടെ 2 മക്കളും വിദേശത്ത് പോയത്രേ. ഭർത്താവ് മരിച്ചു പോയതാണ്. എങ്കിൽ പിന്നെ ഇവിടെ വന്ന് 2 മാസം നിൽക്കാം, ഇനി എല്ലാ ബന്ധുവീടുകളിലും പോയി നിൽക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ വന്നത്. എൻ്റെ ഭർത്താവ് കുഞ്ഞമ്മയുമായിട്ട് പലപ്പോഴും വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കുഞ്ഞമ്മയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. കുഞ്ഞമ്മ ഒരു സുന്ദരി തന്നെയാണ്. അവരെ കണ്ടാൽ എൻ്റെ അമ്മായിമ്മയെക്കാളൊക്കെ 10 ഇരട്ടി പ്രൗഢിയുണ്ട്. അവിടെ ജീവിക്കുന്നതിൻ്റെതായ രീതിയിലുള്ള ചില പരിഷ്കാരങ്ങളും അവർക്കുണ്ട്. നല്ല മോഡേണാണ്. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട ഒരു സുന്ദരി. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്താണ് കുഞ്ഞും വന്നത്. എൻ്റെ ഭർത്താവിന് പതിവില്ലാത്ത ഉത്സാഹമാണ്.
അവർ രണ്ടുപേരും കൂടി പുറത്തു പോവുകയും ഓരോന്നൊക്കെ പർച്ചേസ് ചെയ്യുകയും എന്നും അവിടെ ഭയങ്കര മേളമാണ്. ഭർത്താവിന് ഇത്ര ഉത്സാഹം ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല മാഡം. എന്നോട് അയാൾ ഇത്രയും നല്ല രീതിയിൽ പെരുമാറുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആരോടും അങ്ങനെ മിണ്ടുന്നതും ഞാൻ കണ്ടിട്ടില്ല. അതാണ് എനിക്ക് സംശയം ഉണ്ടാക്കിയത്. കുഞ്ഞമ്മ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആളാകെ മാറിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയുകയാണ്, കുഞ്ഞമ്മയ്ക്കും എനിക്കും സെയിം വേവിൽ എന്താണെന്ന്. അവരോട് കാണിച്ച എനർജിയോടെ പാതി എന്നോട് കാണിച്ചായിരുന്നെങ്കിൽ എന്നെ രക്ഷപ്പെട്ടേനെ. അതുമാത്രമല്ല മാഡം, പ്രസവം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നതാണ്. എനിക്ക് പ്രതീക്ഷകളില്ലേ? എത്രയോ നാളായിട്ട് ഇവിടെ വെറുതെ കിടക്കുന്ന തരിശു പാടമാണ് ഞാൻ കൃഷി ഇറക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങേർക്ക് അങ്ങോട്ടൊന്ന് നോക്കാൻ പോലും തോന്നില്ല എന്നുള്ള മട്ടിലാണ് കുഞ്ഞമ്മ വന്നു എന്നുള്ള പേരിൽ പുള്ളി എൻ്റെ ആഗ്രഹങ്ങളെ പാടെ അവഗണിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ 1.5 വർഷമായി നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന്. ആ കുഞ്ഞമ്മ പോകട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ദാമ്പത്യം തുടങ്ങാമെന്ന്. ഞാൻ ചോദിച്ചു, കുഞ്ഞമ്മയുടെ റൂമിലാണ്, നിങ്ങളെന്തിനാണ് ഇതിനെ ഇത്രയും അധികം വെപ്രാളപ്പെടുന്നതെന്ന്. കുഞ്ഞമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നല്ല ഉത്സാഹമാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം നിനക്കറിയില്ല. എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ ബന്ധമാണ് കുഞ്ഞമ്മയോട്. പിന്നെ നിന്നെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള ആകർഷണമൊന്നും തോന്നുന്നില്ല. പതുക്കെ വണ്ണം കുറഞ്ഞു വരുമ്പോൾ നിന്നോട് എന്തെങ്കിലും ആകർഷണം തോന്നിയേക്കും എന്നൊക്കെയാണ് പറഞ്ഞത് മാഡം. എന്ത് ചെയ്യണമെന്നറിയാത്ത വല്ലാത്തൊരവസ്ഥയാണ്. കുഞ്ഞുണ്ടല്ലോ, അപ്പോൾ ആ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി ഞാൻ കഴിഞ്ഞു മാഡം. എങ്കിലും രാത്രിയിൽ എനിക്ക് ഉറക്കം വളരെ കുറവായിരുന്നു. അതങ്ങേർക്ക് അറിയില്ല. ചിലപ്പോഴൊക്കെ കുഞ്ഞു കരയുമ്പോൾ പുറത്ത് പോയി കിടക്കുകയാണ്, ഞാൻ സോഫയിൽ കിടക്കാം എന്നൊക്കെ പോയി പറഞ്ഞങ്ങ് പോകും മാഡം. ഒരു ദിവസം എനിക്ക് ഡൗട്ട് തോന്നി, എന്തോ ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് എൻ്റെ മനസ്സങ്ങ് പറയുകയാണ് വന്നപ്പോൾ മുതൽ. അങ്ങനെ ഞാൻ രാത്രി എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും സോഫയിൽ എൻ്റെ ഭർത്താവില്ല. പക്ഷേ കുഞ്ഞമ്മയുടെ മുറിയിൽ ചെറിയൊരു വെട്ടവുമുണ്ട്. റൂമിനടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ നിശ്വാസങ്ങളുടെ വേലിയേറ്റ് ഞാൻ കേട്ടു. അകത്ത് ലൈവാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കോപത്തോടെ കതകിൽ മുട്ടി. ഇത്തിരി നേരം കഴിഞ്ഞിട്ടാണ് കഥ തുറന്നത്. കുഞ്ഞമ്മയും മോനും അകത്തുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇപ്പോൾ സമയം 12 മണിയാകാറായി, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അത് ഞങ്ങൾ രണ്ടുപേരും കൂടി പഴയ കഥകളൊക്കെ പറയുമായിരുന്നെന്നും. അതിന് കുഞ്ഞമ്മയോട് 24 മണിക്കൂറുണ്ടല്ലോ, നിങ്ങളെന്തിനാണ് പാതിരാത്രി കുഞ്ഞമ്മയുടെ മുറി കയറി കഥ കടച്ച് ഇരുട്ടത്ത് സംസാരിക്കുന്നത്? അപ്പോഴേക്കും കുഞ്ഞമ്മ ചൂടായി, ഇരുട്ടൊന്നുമില്ല, ഇവിടെ വെട്ടമുണ്ട്. ഞാനും എൻ്റെ മോനും കൂടെ പലതും സംസാരിക്കും. ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ കിടന്നുറങ്ങിയിരിക്കും. എനിക്കവനോട് വാത്സല്യമുണ്ട്. ഞങ്ങൾ അമ്മയും മകനുമാണ്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? വൃത്തികേട് പറയുകയാണോ? രാത്രി വന്നു പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. ഇത് കേട്ട് അമ്മായിമ്മ എഴുന്നേറ്റ് വന്നു. അമ്മായിമ്മ പക്ഷേ എൻ്റെ സൈഡ് പിടിച്ചാണ് സംസാരിച്ചത്. നീ എന്തിനാണ് അവളോട് രാത്രി പോയി കിടക്കുന്നത്? അതിന് കാര്യമില്ലല്ലോ, അവൾ നിൻ്റെ അമ്മയായിരിക്കാം എന്ന് വെച്ച് നീ അത് കാണിക്കേണ്ട കാര്യമില്ല. നീ നിൻ്റെ ഭാര്യയുടെ മുറിയിലാണ് പോയി കിടക്കേണ്ടത് എന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഭർത്താവിനെ എൻ്റെ അമ്മായിമ്മ പുറത്ത് 2 അടിയൊക്കെ അടിച്ചിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്തു. പക്ഷേ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. പിറ്റേ ദിവസം അമ്മായിമ്മ പുറത്തേക്ക് പോയ സമയത്തില്ലേ, ഞാൻ കുഞ്ഞമ്മയോട് വിശദമായിട്ട് ചോദിച്ചു, എന്താ ഇന്നലെ അവിടെ നടന്നെന്ന്. തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. അരണ്ട വെളിച്ചമാണെങ്കിലും ഞാൻ മൊബൈലിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ, നീ എങ്ങനെ റെക്കോർഡ് ചെയ്തു? അങ്ങനെയൊന്നും പറ്റത്തില്ല, അതിനകത്തേക്ക് മൊബൈൽ കടത്താൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് സംശയം തോന്നിട്ട് ഞാൻ നേരത്തെ മൊബൈൽ വെച്ചിരുന്നു, എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് കാണിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കാണിക്കില്ല, പക്ഷേ വേണ്ട അവസരത്തിൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് അത് കാണിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞമ്മ യഥാർത്ഥ കാര്യം തുറന്നു പറഞ്ഞു. കാര്യം, പണ്ടേ കുഞ്ഞമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഈ മകനെ. കാര്യം, അന്നൊരു സുന്ദരക്കുട്ടപ്പനാണെന്ന് പോലും. പിന്നെ അത് മാത്രമല്ല, കുഞ്ഞമ്മയ്ക്ക് അത്ര ഇഷ്ടമുള്ള ആളായിരുന്നില്ല ഭർത്താവ്. ആ ദാമ്പത്യബന്ധം അങ്ങനെ പോകുമ്പോഴാണ് ചേച്ചിയുടെ മകൻ യൗവനയുക്തനായിട്ട് വന്നത്. പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ നിൽക്കുന്ന മകനെ ഒന്ന് വല വീശാൻ കുഞ്ഞമ്മ ഇറങ്ങിത്തിരിച്ചു. ആ സമയത്ത് കുഞ്ഞമ്മ ആഴക്കടലിൽ നന്നായിട്ടൊന്ന് മുങ്ങി നോക്കി. അപ്പോഴുണ്ട് വലിയൊരു തെരണ്ടി നീന്തി വരുന്നു. കുഞ്ഞമ്മ അങ്ങ് പിടുത്തം വിട്ട് വല വീശി. കുഞ്ഞമ്മയ്ക്ക് പെരുത്തങ്ങ് ഇഷ്ടപ്പെട്ടു. ദാമ്പത്യത്തിൽ കുഞ്ഞമ്മ വല വീശിയപ്പോൾ കിട്ടിയത് കൊമ്പൻ സ്രാവല്ല, വെറും പരൽമീൻ. പക്ഷേ ഇവിടെ വല വീശിയപ്പോഴോ വലിയ തെരണ്ടിവാല്. തെരണ്ടിവാല കൊണ്ടുള്ള അടിയുടെ മഹത്വം അപ്പോഴാണ് കുഞ്ഞമ്മയ്ക്ക് മനസ്സിലായത്. അങ്ങനെ കുഞ്ഞമ്മ വല സ്വന്തം അഴിക്കുള്ളിലാക്കി മുന്നോട്ട് കൊണ്ടുപോയി. ആദ്യം കണ്ട കയത്തിൽ എടുത്തു ചാടി. എൻ്റെ ഭർത്താവും അവരുടെ ആരാധകനായി. അവർ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് വരും. അതോടുകൂടി അവരുടെ ബന്ധം പൂവിട്ടു കായിട്ടു. പക്ഷേ ഇതിനിടയ്ക്കാണ് അവരുടെ മൂത്ത മകൾ ഇത് കണ്ടുപിടിക്കുന്നത്. അവൾ കിടന്ന് ഷൗട്ട് ചെയ്ത് പ്രശ്നങ്ങളുണ്ടാക്കി. ഫാമിലിയിൽ എല്ലാവരും അറിഞ്ഞു. അങ്ങനെ കുറച്ച് ഫാമിലി ഇഷ്യൂ ഒക്കെ ഉണ്ടായി മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയ്ക്ക് ഭർത്താവൊക്കെ മരിച്ചുപോയി. പിന്നെ എൻ്റെ ഭർത്താവ് ഏകനായി
കുഞ്ഞമ്മയെ ഓർത്ത് ഇവിടെ ജീവിച്ച് കാണും. അതിനിടയ്ക്കാണ് കല്യാണമൊക്കെ നടന്നത്. പിന്നീട് എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്നാണ് ഇപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞമ്മയും മകനും തമ്മിൽ ഒരു സന്ധി സംഭാഷണം നടത്തില്ല എന്ന് എല്ലാവരും കരുതി. പക്ഷേ അമ്മായിയമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അവരെൻ്റെ കൂടെ നിന്നു. ഞാൻ കുഞ്ഞമ്മയോട് ചോദിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, നിന്നോട് അവന് യാതൊരു താല്പര്യമില്ല, എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റാണ് എന്നവൻ പറഞ്ഞു. അത് കേട്ടത് കൊണ്ടാണ് ഇപ്പോൾ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാനിങ്ങോട്ട് ഓടി വന്നത്. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, അവൻ്റെ ആദ്യത്തെയും അവസാനത്തെ ഇൻട്രസ്റ്റ് ഞാനാണ്. എന്നോടുള്ളതിൻ്റെ അത്രയും ഇൻട്രസ്റ്റ് നിന്നോട് ഒരിക്കലും വരില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിനക്ക് കിട്ടുന്നതൊക്കെ ഒരു കിട്ടാക്കനി കിട്ടിയതാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ദേഷ്യം വന്നു. ഞാനും അവരും തമ്മിൽ ഉടക്കി അവരിവിടുന്ന് ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മായിമ്മയും എൻ്റെ വശം പിടിച്ചു. എൻ്റെ ഭർത്താവ് വരുന്നതിന് മുമ്പ് കുഞ്ഞമ്മ അങ്ങനെ കെട്ടും കിട്ടിയങ്ങ് പോവുകയായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് വലിയ ഷൗട്ടും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. എന്തായാലും എനിക്കൊന്നും നടക്കുന്നില്ല, എൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് അങ്ങനെ രസിക്കണ്ട എന്ന് ഞാനും കരുതി. അത് കഴിഞ്ഞതിൽ പിന്നെ ഭർത്താവ് നിരന്തരമായ സത്യഗ്രഹത്തിലാണ്. എനിക്ക് ഒരു ദർശനവും കനിഞ്ഞനുഗ്രഹിക്കുന്നില്ല. പൂർണ്ണമായിട്ടും എന്നിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഞാൻ അടുത്ത് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, എല്ലാം സമ്മതിക്കുകയാണെങ്കിൽ, കുഞ്ഞമ്മയുമായിട്ടുള്ള ബന്ധം കൂടി സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ഭർത്താവ് എന്നോട് ചേർന്നിരിക്കുകയുള്ളെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ വേണ്ട, നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും മാസത്തിൽ 3-4 ദിവസം ലീവ് എടുത്തിട്ട് അങ്ങ് പോകും മൈസൂർ കുഞ്ഞമ്മയുടെ അടുത്ത്. എന്നിട്ട് അവിടെ നിന്നിട്ട് തിരിച്ചു വരും. എനിക്കാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, കുട്ടിയെ വളർത്തി ജീവിക്കുക, പണം മാത്രം തരും. അതല്ലാതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ബന്ധവുമില്ല. ബന്ധുക്കൾ വരുമ്പോൾ എല്ലാം അഭിനയിക്കും. അതേപോലെ അമ്മായിയമ്മയുടെ മുന്നിലും മറ്റുള്ളവരുടെ മുന്നിലുമൊക്കെ അഭിനയിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് 1 വർഷം മുമ്പാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ജംഗ്ഷനുണ്ട്. അവിടെ ആ സമയത്താണ് വലിയൊരു ഹോട്ടൽ തുടങ്ങിയത്. അത്രയും വലിയൊരു ഹോട്ടൽ അവിടെ വരുമെന്ന് ആരും വിചാരിച്ചില്ല. പക്ഷേ നല്ല ഭക്ഷണവും പരസ്യവും ഒക്കെ ആയതുകൊണ്ട് അവിടെ ക്രമേണ പെട്ടെന്ന് തന്നെ തിരക്ക് വർദ്ധിച്ച് നല്ലൊരു സ്പോട്ടായിട്ട് മാറി. മാഡം, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടുമതിലിനപ്പുറത്ത് ഒരു ചെറിയ വീടുണ്ട്. ആ വീട്ടിൽ വാടകക്കാരായിട്ട് ഈ ഹോട്ടലിലെ 2-3 പിള്ളേരാണ് താമസിക്കുന്നത്. അവർ അവിടുത്തെ ഷെഫുമാരാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഈ തന്തൂരിയൊക്കെ ഉണ്ടാക്കില്ലേ, അവരാണ്. ആദ്യമൊക്കെ ഞാൻ ഓർത്ത് ഈ ബംഗാളികളൊക്കെ ഇല്ലേ അവരെ പോലെ ആൾക്കാരായിരിക്കുന്നത്. പക്ഷേ ഞാൻ പിന്നീട് ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ ബംഗാളികളല്ല കേട്ടോ, പക്ക ഹിന്ദിക്കാരാണ്. ഡൽഹിയിലും ബോംബെയിലുമൊക്കെയാണ് അവരുടെ വീട്. രാജസ്ഥാനുള്ള ഒരാളുമുണ്ട്. നമുക്ക് ഹിന്ദി സംസാരിക്കുന്ന എല്ലാവരെയും ബംഗാളികളെന്നാണല്ലോ വിളിക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മൾ വിചാരിക്കുന്ന സോ കോൾഡ് ടീംസ് അല്ല, നല്ല സുന്ദരി കുട്ടുപ്പന്മാരാണ്. ജിമ്മിലേക്ക് പോയി ആര് കണ്ടാലും മോഹിക്കുന്ന രസിപ്പിക്കുന്ന ചെക്കന്മാർ. ഹിന്ദി റീൽസൊക്കെ കാണുമ്പോൾ അവർ നമുക്ക് എന്തൊരു ആരാധനയാണ്. നല്ല ഹിന്ദിക്കാരുണ്ട് എന്നെനിക്ക് നേരത്തെ അറിയാം. എത്ര റീൽസ് ഞാൻ കാണുന്നതാണ്. അതിൽപ്പെട്ട 3 ചെക്കന്മാരാണ് അവിടെ താമസിക്കുന്നത്. കണ്ടാൽ സൂപ്പറാണ്. എക്സിക്യൂട്ടീവ് സ്റ്റൈലിലാണ് അവർ ജീവിക്കുന്നത്. നമ്മുടെ സ്വപ്ന നായകന്മാരും എല്ലാവരും ആരാധിക്കുന്ന ആളുകളെല്ലാം ഹിന്ദിക്കാരാണ്. എന്നിട്ട് ഹിന്ദിക്കാരിവിടെ വരുമ്പോഴേക്കും നമ്മൾ പുച്ഛത്തോടുകൂടി കാണും. പക്ഷേ അവരിൽ ഭൂരിപക്ഷം പേരും എത്ര നല്ല ഉയർന്ന സൗന്ദര്യമുള്ളവരും എത്ര നല്ല ആളുകളുമാണ് എന്നെനിക്കപ്പോൾ തോന്നി. മാഡം, എനിക്ക് പുറത്തങ്ങുമ്പോഴുള്ള പരിചയമില്ല, പക്ഷേ ഹിന്ദിയുടെ മുക്കും മൂലയുമൊക്കെ എനിക്കറിയാം. ചെക്കന്മാർക്ക് അവിടെ നല്ല കുടിവെള്ളമില്ല. ഇവിടെയാണെങ്കിൽ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഒരു ക്യാനിനകത്ത് അവർ 4 ദിവസം കൂടി കഴിയുമ്പോഴേക്കും ആരെങ്കിലും ഒരാൾ വന്ന് ഇവിടുന്ന് വെള്ളം നിറച്ചുകൊണ്ട് പോകും. അവർ കാശ് കൊടുത്ത് വെള്ളത്തിൻ്റെ ക്യാൻ മേടിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാനാണ് പറഞ്ഞത്, ഇതർ ആവോന ഇതർ പാനി ഹേ ദീദി ഹിയർ ഹേ എന്നൊക്കെ ഞാനും പറയും. കാര്യം ഇംഗ്ലീഷ് അവർക്കറിയാം, ഹിന്ദി അറിയാം. അവരതൊക്കെ കാർത്തിയാണ് സംസാരിക്കുന്നത്. ഞാനും എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കാര്യം നല്ല രസമാണ് അവരെ 3 പേരെയും കാണാൻ. 3 പേർക്കും ഒരേപോലുള്ള സൗന്ദര്യമുണ്ട് മാഡം. വ്യത്യസ്തമായ 3 സുന്ദര കുട്ടപ്പന്മാർ. അവരെ കാണുന്നത് തന്നെ മനസ്സിനൊരു സുഖമാണ്. പിന്നെ പലർക്കും പല സമയത്താണ് ഡ്യൂട്ടി, അതുകൊണ്ട് ആരെങ്കിലും അവിടെ കാണും. പല കാര്യങ്ങൾക്കും എനിക്കവർ ഒരു സഹായമായി. ഭർത്താവ് പോയി കഴിയുമ്പോൾ വേറെ കാര്യത്തിലല്ല മാഡം, അവർ റിപ്പയർ ഒക്കെ ചെയ്യും. അതേപോലെ മറ്റു പല കാര്യങ്ങളും അവർക്കറിയാം കേട്ടോ. പ്ലംബിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഒത്തിരി സഹായം ചെയ്തിട്ടുണ്ട്. അതിൽ രാജ് എന്ന് പറയുന്നൊരു പയ്യനുണ്ട്. അവനുമായിട്ടാണ് എനിക്ക് ഭയങ്കര അടുപ്പം. കാര്യം അവന് കുറച്ചൊക്കെ മലയാളം അറിയാം. മലയാളത്തിലുള്ള തമാശയൊക്കെ അവൻ പറയുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം അവൻ ഹസ്ബൻഡിൻ്റെ കാര്യവും മറ്റു കാര്യമൊക്കെ ചോദിച്ചു. അവനൊരു പ്രേമുണ്ടായിരുന്നു പോലും അവൻ്റെ നാട്ടിൽ. പക്ഷേ ആ പെണ്ണ് തേച്ചിട്ട് പോയെന്ന്. ഞാൻ ചോദിച്ചു, ഇത്രയും സുന്ദരനായ നിന്നെ അവൾ തേച്ചിട്ട് പോയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഉപേക്ഷിച്ച് പോയെന്നൊക്കെ. എന്തൊരു കഷ്ടം, അവളൊരു ദുഷ്ടത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മുറി ഹിന്ദിയും മുറി ഇംഗ്ലീഷും മലയാളമൊക്കെ ഉപയോഗിച്ച് അവനോട് സംസാരിച്ചു. എന്തായാലും അവൻ പിന്നീട് പല കാര്യങ്ങളും എന്നോട് മതിലിനോടൊന്ന് സംസാരിക്കും, ഞാനും സംസാരിക്കും. അങ്ങനെ
കുറേ നാൾക്ക് മുന്നോട്ട് പോയി മാഡം. അതിനിടയ്ക്ക് ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, ഇനിയിപ്പം കേരളത്തിലുള്ളൊരു പെണ്ണെ കല്യാണം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ആ ഹിന്ദിക്കാരുടെ ഒന്നും ഞങ്ങൾക്ക് വലിയ മമതയൊന്നുമില്ലെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് മലയാളികളെയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്, മലയാളി പെണ്ണുങ്ങളെയും മലയാളി ആളുകളെയൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. മലയാളി പെണ്ണുങ്ങൾ സുന്ദരികളാണ്. ചേച്ചി പോലൊരു സുന്ദരി കല്യാണം കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇവിടെ സെറ്റിലാകാമായിരുന്നു എന്നൊക്കെ അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ കല്യാണം കഴിഞ്ഞു പോയില്ലേ, എന്നെപ്പോലുള്ള സുന്ദരികൾ ഇനി ഉടനെയൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞു മാഡം. പക്ഷേ ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ഈ വീടിന് തൊട്ടപ്പുറത്ത് എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്. എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ റിലേറ്റീവാണ്. എൻ്റെ അമ്മായിമ്മയായിട്ട് അവർ നല്ല രസത്തിലല്ല, പക്ഷേ എൻ്റെ ഭർത്താവിനോട് മിണ്ടും. ഒരു ദിവസം ഹസ്ബൻഡിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു കൊടുത്തു, ഹിന്ദിക്കാരനുമായിട്ടാണല്ലോ നിൻ്റെ ഭാര്യയ്ക്കങ്ങ് ഭയങ്കര സംസാരം കുണുക്കം, നിൻ്റെ കൂടെ ചേർന്ന് നടക്കുന്നതോ അല്ലെങ്കിൽ ചിരിയോ കളിയോ ഒന്നും കൊച്ചുണ്ടായതിൽ പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷേ അവന്മാരോട് അവൾ തലയാട്ടി സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എന്ത് വായത്, അവന്മാരെ കൊണ്ട് വലിയ ശല്യമാ എന്നൊക്കെ ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് വലിയ കുറ്റം പോലെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നു. നീ എന്തിനാണ് അവന്മാരുടെ കൂടുതൽ സംസാരിക്കുന്നത്? നീ ഇപ്പോഴും മതിലടച്ചു നിന്ന് ആണുങ്ങളോട് സംസാരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്? അത് ഹിന്ദിക്കാരന്മാർ അവന്മാരുടെ ഉദ്ദേശം എന്താണെന്ന് ആർക്കറിയാം? ഓരോന്നൊക്കെ പറഞ്ഞ് പ്രേമം നടിച്ച് സ്വർണവും പണവും കൈക്കലാക്കും, പിന്നെ ഒളിച്ചോടിപ്പോകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സ്വർണവും പണവും ഒന്നും എൻ്റെ ആരും കൈക്കലാക്കിയില്ല, ഞാൻ ആരുടെയും കൂടെ ഒളിച്ചോടി പോകുന്നില്ല, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ആ സംഭാഷണം അവസാനിപ്പിച്ചു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് അതിലൊരു ടെസ്റ്റ് എനിക്ക് തോന്നിയത്. അല്ല, ഈ ചെക്കന്മാർക്ക് 3 പേർക്ക് എന്നോട് താല്പര്യമുള്ള പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ പലയിടത്തും അലഞ്ഞു നടക്കുന്നു, കുഞ്ഞമ്മയോടുള്ള പൊറുതി കഴിഞ്ഞ് വന്നിട്ട് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. എങ്കിൽ പിന്നെ എനിക്കെന്താ, കുറച്ചൊന്ന് മതിരി ഭേദിച്ചാൽ മതിരി ചാടിയാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല എന്നെനിക്ക് തോന്നി. അത് കഴിഞ്ഞപ്പോൾ രാജ് പിന്നെ ഈ കല്യാണക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും എൻ്റെ കല്യാണം കഴിഞ്ഞു പോയില്ലേടാ, ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ നിനക്കൊരു കമ്പനി തരാമായിരുന്നു, അത്രേ ഉള്ളൂ, അല്ലാതെ നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ അത്ഭുതത്തോടു കൂടി എന്നെ നോക്കി എന്ന് ചോദിച്ചു, ദീദിക്ക് സമ്മതമാണോ? ദീദി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് 3 പേർക്ക് ഇഷ്ടമാണ്. ദീദിയുടെ സ്ട്രക്ചർ, സംസാരം, ചിരി ഒക്കെ ഞങ്ങൾ രാത്രിയിൽ ചർച്ച ചെയ്യാറുണ്ട്. അതുമാത്രമല്ല ദീദിയെ ഓർത്ത് ഞങ്ങൾ 3 പേരും കൂടെ മത്സരിച്ച് എന്നൊക്കെ പറഞ്ഞ് അവൻ എല്ലാം അങ്ങ് തുറന്നു പറഞ്ഞു മാഡം. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കാകെ ചമ്മലായി. ഈ ചെക്കനോട് ഞാൻ ചെറിയൊരു ചൂണ്ടയിട്ടു, ഇവനാണെങ്കിൽ 10-15 ചൂണ്ടയിട്ട് എന്നെ അങ്ങ് വലിക്കുകയാണല്ലോ എന്നോർത്തു. ഞാൻ പെട്ടെന്ന് ഒന്ന് പോടാ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറിപ്പോന്നു. പക്ഷേ പിന്നീട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, 3 സുന്ദര കുട്ടപ്പന്മാർ എനിക്ക് വേണ്ടി മത്സരിക്കുന്നു. എൻ്റെ ഭർത്താവാണെങ്കിൽ മാസം 4-5 ദിവസം കുഞ്ഞമ്മയുടെ പുറകെ പോകുന്നു, കിളവിയുടെ പുറകെ. ഞാൻ ഇതിനൂടെ വെറുതെ ഇരിക്കുന്നു, മത്സരിക്കുന്നവർക്ക് മുന്നിൽ പോയി ഞാനിങ്ങ് നൃത്തം ചെയ്താലോ എന്നൊക്കെ ഓർത്തു. പിന്നെയും വേണ്ട വേണം വേണം വേണ്ട എന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ രാജ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ സേഫായിട്ടുള്ള ദിവസങ്ങൾ എൻ്റെ ഹസ്ബൻഡ് മാസത്തിൽ 3 ദിവസം ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകും കേട്ടോ. പോയി കഴിയുമ്പോൾ ആ ദിവസം ഞാൻ ഫ്രീ ആയിരിക്കും, അന്ന് മാത്രമേ പറ്റൂ, അല്ലാത്ത ദിവസങ്ങളിൽ റിസ്ക് പറ്റില്ല. പകലോ രാത്രിയോ ഒന്നും ഇങ്ങോട്ടങ്ങ് വരാനോ അങ്ങോട്ട് വരാനോ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ആ 3 ദിവസങ്ങൾ മാത്രം മതിയെന്നും. അങ്ങനെ ഒരു കരാർ അടിസ്ഥാനത്തിലാണ് മാഡം ഞാൻ അവനെ ഒരു ദിവസം ക്ഷണിച്ചത്. അമ്മായിമ്മ എന്തായാലും 10 മണിയാകുമ്പോൾ കിടക്കും, ഞാൻ പിന്നെ കുഞ്ഞിനെ ഉറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ അല്ലേ മാഡം? എനിക്ക് വേണ്ട ഒരു ജീവിതം. അതുകൊണ്ടാണ് രാജിനോടൊരു ദിവസം ഞാൻ മതിൽ ചാടാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, മലയാളികൾക്കറിയാമല്ലോ വൃത്തിയൊക്കെ നന്നായി നോക്കുന്ന കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞു. പക്ഷേ രാജ് എൻ്റെ പ്രതീക്ഷകളെ കവച്ച് വെക്കുന്ന രീതിയിലുള്ളൊരു മനുഷ്യനായിരുന്നു. അടിമുടി അവൻ സുന്ദരനാണ്. മനം മയക്കുന്ന സുഗന്ധവും പൂശി വന്ന ആ സുന്ദര ഗന്ധർവനെ ആവാഹിക്കാൻ എനിക്ക് ഒത്തിരി തിടുക്കമായിരുന്നു. അത്ര പൂശി വന്ന സുന്ദരനോട് ഞാൻ പറഞ്ഞു, ദീദി കാത്തിരിക്കുകയായിരുന്നു. ദീദി ഒത്തിരി കാലമായി ഹിമഗണമായി ഉറഞ്ഞിരിക്കുകയാണ്. മോനെ, ഇന്ന് മഞ്ഞുമല ഇടിഞ്ഞു വീഴണം, അവിടെ വലിയൊരു ഹിമപാതമുണ്ടാകണം, ഹിമപാതം പൊട്ടിയൊലിക്കണം, താഴെ എപ്പോഴും വെള്ളപ്പൊക്കമുണ്ടാകണം, ഇല്ലേ മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, വെള്ളപ്പൊക്കമല്ല, നമുക്ക് പ്രളയം തന്നെ ഉണ്ടാക്കാം ദീദി. മാഡം, അന്നാദ്യമായി ഞാൻ സ്ത്രീ എന്ന നിലയിൽ എന്നെ തിരിച്ചറിഞ്ഞു. എനിക്ക് ഇതുവരെയും യഥാർത്ഥത്തിലുള്ള ഒന്നും ലഭിച്ചിരുന്നില്ല. ഇപ്പോഴാണ് മനസ്സിലായത് ഇതിൽ ഒത്തിരി ടെക്നിക്കുകളുണ്ടെന്ന്. ടെക്നിക്കുകളുടെ കൊടുമുടി കയറി ഞാൻ തിരിച്ചിറങ്ങിയത് എൻ്റെ രാജൂട്ടൻ വന്നതുകൊണ്ടാണ്. അങ്ങനെ എൻ്റെ ജീവിതം തന്നെ മാറി മറിയുകയായിരുന്നു. പിന്നീട് ഹസ്ബൻഡ് പോകുന്ന ആ 3-4 ദിവസങ്ങൾ ശരിക്കും അത്തപ്പൂക്കളും മത്താപ്പൂക്കളും ചേർന്നുള്ള പൂക്കളത്തിൽ തുള്ളുന്ന
തുമ്പിയെപ്പോലെ ഞാൻ ആഹ്ലാദിക്കുകയായിരുന്നു. പിന്നീട് അവൻ പറഞ്ഞു, മറ്റ് 2 പേർക്കും എന്നെ ഇഷ്ടമാണ്. ഒരു ദിവസമെങ്കിലും ദീദി ഒരു ദർശന സൗഭാഗ്യം കൊടുക്കണമെന്നും അവൻ്റെ നിർബന്ധത്തിൽ മറ്റ് 2 പേർക്കും കൂടി ഞാൻ ഇടം കൊടുത്തു മാഡം. അത് വല്ലപ്പോഴും മാത്രം. രാജാണ് എൻ്റെ ഫേവറിറ്റ്. അങ്ങനെയായിരുന്നു മാഡം എൻ്റെ ജീവിതം ഇത്രയും കാലം. കാര്യം ഞാൻ ഓർക്കും, എൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. കാര്യം ഭർത്താവ് എങ്ങനെയാണ്, അപ്പോൾ എൻ്റെ കാര്യങ്ങൾ നടക്കണ്ടേ. അതുകൊണ്ട് കുറ്റബോധമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം, രാജ് കഴിഞ്ഞ മാസം വീട്ടിലേക്ക് പോയി. പക്ഷേ അവൻ തിരിച്ചു വന്നില്ല. പെട്ടെന്ന് തന്നെ അവരുടെ വീട്ടുകാർ കല്യാണം അറേഞ്ച് ചെയ്തു. അതുകൊണ്ട് അവൻ ഇനി കേരളത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് പറഞ്ഞു. ഇത്രയും സ്നേഹപൂർവ്വം സംസാരിച്ച അവൻ കല്യാണം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് മാറിപ്പോയി. അവനിപ്പോൾ എൻ്റെ കോളുകളൊന്നും എടുക്കുന്നില്ല. അവൻ എന്നെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുകയാണ്. എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറ്റു 2 പേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ രണ്ടും 2 സ്ഥലത്തുള്ളവരാണല്ലോ, അതുകൊണ്ട് അവനെ ആക്സസ് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അവർ പറഞ്ഞത്, വിഷമിക്കേണ്ട, ഞങ്ങൾക്ക് ദീദി ഇഷ്ടമാണ്, ദീദിക്ക് ഞങ്ങളെ ഇഷ്ടമല്ലേ, അതുകൊണ്ട് അവനെ അവൻ്റെ പാട്ടിന് വിടാൻ ഞങ്ങൾ കാണുമെന്ന് പറയുകയാണ്. പുതിയൊരു ചെക്കൻ അവന് പകരം വന്നിട്ടുണ്ട്. അവനാണെങ്കിൽ ആ രാജിനേക്കാൾ സുന്ദരനാണ്. എങ്കിലും രാജിനോട് എനിക്കൊരു പ്രണയമുണ്ടായിരുന്നത് കൊണ്ട് വല്ലാത്ത ഒരു വിഷയമാണ് എനിക്ക്. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ടാണ് മാഡത്തിന് മെയിൽ അയക്കുന്നത്. മാഡം ഇത് വായിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു മറുപടി തരണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല. ഇതിൻ്റെ പിന്നെ പ്രേമമെന്നോ പ്രണയമെന്നോ ഒന്നുമല്ല. എന്താണെന്ന് ഞാൻ പച്ചയ്ക്ക് മലയാളത്തിൽ പറയുന്നില്ല. പിന്നെ വേറെ കാര്യമുണ്ട്. ശരിയാണ്, ഭർത്താവ് നിങ്ങളെ കൺസിഡർ ചെയ്യുന്നില്ല. നിങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നു. നിങ്ങളപ്പോൾ വെറുതെ ഇരിക്കുന്നു. പകരത്തിന് പകരം നിങ്ങൾ ഭർത്താവിൻ്റെ പണമെടുത്ത് കൈകാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾ മതിൽ ചാടി 3 പേരെയും റിസീവ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോഴേക്കും എന്താണ്, നമ്മുടെ ഭർത്താവെന്ന് പറയുന്ന ആൾ നമ്മളെ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ ദാമ്പത്യത്തിൽ നിന്ന് വിട ചൊല്ലി പിരിഞ്ഞ് വേറൊരാളെ കല്യാണം കഴിച്ച് നന്നായി ജീവിക്കുക എന്നുള്ളതല്ലേ. അല്ലാതെ ഭർത്താവിന് പകരം 3 പേരെ ഒരുപോലെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അതിൽ ഒരാളോട് പ്രണയം. ഇപ്പോൾ വന്നവരിൽ ഒരാൾ സുന്ദരനുമാണ്, മറ്റവൻ പോയിട്ട് എടുക്കുന്നത് വലിയ ഫോണ്. എന്താ കഥ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ പ്രേമത്തിലും പ്രണയത്തിലും ഒന്നുമല്ല താല്പര്യം. നിങ്ങൾക്ക് ശരിക്കും താല്പര്യം എന്തിനാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആവശ്യം അത് അപരിചിതരായ ആൾക്കാരാണ് അവിടെ വന്ന് താമസിക്കുന്നത്. അവർ വരും പോകും. അപ്പോൾ അങ്ങനെയുള്ള അവിഹിതമായ കാര്യങ്ങളിൽ നമ്മൾ സെൻറ്റിമെൻറ്റ്സ് പ്രേമമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും നേരാവണ്ണം നടക്കില്ല. മനപ്രയാസം ഫലം. പക്ഷേ അതിനെ സ്പോർട്സ്മാൻ സ്പീഡിലെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒന്ന് പോയാൽ ഒന്ന് എന്ന് വിചാരിക്കാൻ പറ്റിയേക്കും. ഒന്നുകിൽ അങ്ങനൊരു മനസ്സ് വേണം. ഇവിടുന്ന് വന്ന അപരിചിതരായ ആളുകൾ ഒരു സമയത്ത് ഒത്തുകൂടി അവരവരുടെ പാട്ടിന് പോകും, നമ്മൾ നമ്മുടെ പാട്ടിനും എന്നങ്ങ് വിചാരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഭർത്താവിനോട് നിങ്ങൾ ഒന്നുകൂടി തുറന്ന് സംസാരിച്ച് ഇത് വേണ്ട, നമുക്ക് 2 കൂടെ സ്നേഹിച്ച് ജീവിക്കണം, കൗൺസിലിങ്ങിനൊക്കെ പോകാമെന്ന് പറഞ്ഞ് ഒരു ഫാമിലി കൗൺസിലിംഗ് എടുക്കുക. അത് പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹസ്ബൻഡിൽ നിന്ന് വിവാഹമോചനം വാങ്ങി വേറെ നല്ലൊരാളെ കല്യാണം കഴിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കാം. ഇനി അതല്ല ഇങ്ങനെ തന്നെ പോകുന്നെങ്കിൽ അതിൽ സെൻറ്റിമെൻറ്റ്സ് പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇത്തരം കാര്യങ്ങളെ നമുക്ക് ആർക്കും അനുകൂലിക്കാൻ പറ്റില്ല.